അപ്പോൾ എന്നെ രാഷ്ട്രീയമായിട്ട് പരിചയപ്പെടുത്തിയത് ശരിക്കും പറഞ്ഞാൽ അതിന് കാരണക്കാരനായത് ജവഹർലാൽ നെഹ്റുവാണ്. പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും. ഞാൻ ഏതാണ്ട് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് കൊട്ടാരക്കര പാലക്കോഴി സ്കൂൾ ടൗൺ UPS ഇന്ന് നല്ല ഓർമ്മയുണ്ട്. അന്ന് ശിശുദിനം വന്നപ്പോൾ കുട്ടികളുടെ ചാച്ചാജിയായിട്ട് ഒരാൾ വേണം ആ വേഷം കെട്ടാൻ. കുട്ടികളുടെ ചാച്ചാജി എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രതീകം. ചുവപ്പ് റോസാപ്പൂവൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ കുപ്പായമൊക്കെ ഇട്ട് അതൊരു വലിയ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. എനിക്കാണ് കുറി വേണ്ടത്. ഇത് ഞാൻ മുമ്പൊരിക്കൽ എനിക്ക് തോന്നുന്നു ഫിലിമി ഫെയർസിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കുറച്ചുകൂടെ പറയാൻ ആപ്റ്റായി തോന്നിയുകൊണ്ട് ഒന്ന് ആവർത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഞാൻ സന്തോഷവാനായി. അതിനുവേണ്ടി തന്നെ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ച് തയ്പ്പിച്ച് കാലറയൊക്കെ തെച്ച് ടൈറ്റായിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ മുഖം ഒന്ന് ആലോചിച്ചു. കാരണം രൂപം തൊപ്പിയൊക്കെ വെച്ച് ഒരു റോസാപ്പൂ ഒക്കെ ഫിറ്റ് ചെയ്ത് കാലറയും വെള്ള കാലറയും അതിന് പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സും ടൈറ്റ് ഒക്കെ റെഡിയാക്കിയിട്ട് അന്ന് വൈകുന്നേരമാണ് കൊട്ടാരക്കര ടൗണിൽ കൂടെ കുട്ടികളുടെ ചാച്ചാജിയെ കൊണ്ട് തുറന്ന ജീപ്പിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ റോഡിന് 2 സൈഡിലും ആ ബാലവൃദ്ധ ആൾക്കാർ നിൽക്കുന്നത്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൂടുതൽ അവർ നിന്നുകൊണ്ട് ചാച്ചാജിയെ അഭിവാദനം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് റിഹേഴ്സൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ കാണുമ്പം ഞാനും ചാച്ചാജിയായി ഞാൻ ടാറ്റ കാണിക്കണം. സന്തോഷകരമായ കാര്യമാണല്ലോ. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 VIPs ഉണ്ടായിരുന്നു, 2 മന്ത്രിമാരാണ്. ഒരാൾ KA ദാമോദര മേനോൻ, പിന്നൊന്ന് അദ്ദേഹത്തിൻ്റെ പേര് പൗലോസ് എന്നാണ്, എനിക്ക് ഇനിഷ്യൽ ഓർമ്മയില്ല. അന്നത്തെ കളക്ടർ കൊച്ചുകോശിയാണ്, കൊല്ലം കളക്ടർ കൊച്ചുകോശി ആയിരുന്നു. ഈ 3 പേരാണ് പ്രധാനികൾ. അതിൻ്റെ കൂടെ ഒട്ടും മോശമില്ലാത്ത പ്രാധാന്യമുള്ള ഈ കൊച്ചു ചാച്ചാജി ഞാനും. ഞാൻ കൊട്ടാരക്കര ടൗണിൽ കൂടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് കൊട്ടാരക്കര ടൗൺ ഇതുണ്ട് ബോയ്സ് ഹൈസ്കൂളിൽ വന്ന് അവിടുത്തെ ഓഡിറ്റോറിയത്തിലാണ് മീറ്റിംഗ്. ഞാൻ രാഷ്ട്രീയത്തിൻ്റെ ആദ്യത്തെ മുഖം ഞാൻ കണ്ടു. അപ്പോൾ എന്നെ ഒരു 3:30 മണിയായപ്പോൾ കൊണ്ടുവന്ന് ഒരു മുറിക്കകത്ത് കയറ്റി പെയിൻ്റ് അടി തുടങ്ങി, മേക്കപ്പ്. അങ്ങനെ മുഖത്തെല്ലാം ചായം വാരി തേച്ചു. അപ്പോൾ ചുണ്ടിലെന്തോ ചുവന്ന സാധനം തേച്ചു, ലിപ്സ്റ്റിക്ക് മാരി തേച്ചപ്പം ഞാൻ നാവ് കൊണ്ട് ചുമന്ന് ടച്ച് ചെയ്ത് നോക്കി. കുട്ടികളാണല്ലോ, നല്ല മധുരം. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ലെസൺ ഞാൻ പഠിച്ചത് 7ാം ക്ലാസ്സിൽ പഠിക്കുക. മേക്കപ്പ് ഒരു മധുരമുള്ള കാര്യമാണെന്ന് മനസ്സിലായി. ഒരുപക്ഷെ അവിടുന്ന് സമാന്തരങ്ങളിലെ നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടറിന് കിട്ടിയപ്പോഴും ഈ മാധുര്യം ഞാൻ ഓർത്ത് കാണണം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്നെ കൊണ്ടങ്ങ് ഇരുത്തി റെഡിയായിട്ട് ഞങ്ങളെങ്ങനെ എന്നെ മാത്രം കൊണ്ടുപോവുക കറക്കി. ഏതാണ്ടൊരു 1.5 മണിക്കൂറോളം ടൗണിൽ കറങ്ങി. അനങ്ങാൻ പാടില്ല, ഡ്രസ്സ് അഴിക്കാൻ പാടില്ല, ബട്ടൺ അഴിക്കാൻ പാടില്ല, ഇങ്ങനെ വടി പോലെ ഒന്നോണം. കാരണം കുട്ടികളുടെ ചാച്ചാജിയല്ലേ, ഉടയാൻ പാടില്ലല്ലോ. ആ സമയം നോക്കിയിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു എങ്ങുമില്ലാത്തൊരു പെട്ടെന്നൊരു മഴയും ആരംഭിച്ചു. അപ്പോൾ യാത്ര ചുരുക്കേണ്ടി വന്നു. നേരെ ചാച്ചാജി അടക്കം ഈ ബോയ്സ് ഹൈസ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. ഭയങ്കര മഴ, മന്ത്രിമാരുമുണ്ട്, ചാച്ചാജിയുണ്ട്. ചെന്നം ഭിന്നം പെയ്യുന്ന മഴ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് 3 മണിക്ക് മേക്കപ്പ് ഇടാനായിട്ട് പെയിൻ്റ് അടിക്കാൻ കൊണ്ടിരുത്തിയാണല്ലോ. അപ്പോഴാണ് ഒന്ന് മൂത്രം ഒഴിച്ചത്. പിന്നെ മൂത്രം ഒഴിക്കാൻ സാവകാശം കിട്ടിയില്ല, ആരും മൂത്രം ഒഴിക്കണമെന്ന് ചോദിച്ചില്ല. അപ്പം എനിക്ക് ജവഹർലാൽ നെഹ്റു ആയതുകൊണ്ട് എനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറയാനൊരു ചളിപ്പ്, അസാധ്യ മൂത്രശങ്ക. അന്നാണ് ഞാൻ ഈ പ്രസംഗം ഇത്രയും ക്രൂരമാണെന്ന് മനസ്സിലാക്കുന്നത്. ഈ മന്ത്രിമാരെ കൂടാതെ വേറെ ആരൊക്കെയോ പ്രസംഗിക്കുക പോവുക. ആരുടെയെങ്കിലും ഒന്ന് പ്രസംഗം നിർത്തിയാൽ മാത്രമേ എനിക്കൊന്ന് പുറത്ത് പോയി മുള്ളാൻ പറ്റുമെന്ന് മട്ടിൽ ഞാനിരിക്കുകയാണ്. കാരണം കാലറ ടൈറ്റാക്കി ഇട്ടിരിക്കുകയാണ്, ഓഡിറ്റോറിയമാണല്ലോ. അപ്പോൾ ഓരോ ആൾക്കാർ വന്ന് അവരുടെ രാഷ്ട്രീയം കൂടെ പറയുന്നുണ്ട്, അതെനിക്ക് കേൾക്കാം, ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും. അപ്പോൾ എന്തോ അവിടുത്തെ സ്കൂളിൻ്റെ മെയിൻ്റനൻസോ പഞ്ചായത്തിലെ പ്രശ്നമോ ഏതാണ്ട് വന്നപ്പോഴാണ് മഴ ചന്നം ഭിന്നം പെയ്യുകയും ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പം
കാര്യം എല്ലാം കൊള്ളാമെങ്കിലും ഇനി അത് ഈ മൂത്രം ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാച്ചാജിയുടെ ബഹുമാനമൊക്കെ കൊണ്ട് താനും കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. സുസ്മാരവതനയുടെ ചാച്ചാജി ഇരിപ്പുണ്ട്. ഇടയ്ക്ക് മാത്രം കൈപൊക്കി എല്ലാവരും ഒന്ന് കൈപൊക്കി കാണിക്കും. അപ്പോൾ പിള്ളേരിന് കൈയടിക്കും. അപ്പോൾ നമുക്ക് സന്തോഷം, കൈയടി കേൾക്കുന്നൊരു സുഖം. ഞാൻ പതുക്കെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് എൻ്റെ ബ്ലാഡറിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന യൂറിൻ അങ്ങ് ഡിസ്ചാർജ് ചെയ്തു. മൂത്രം ആരും പറയാതെ താഴേക്ക് പോയി. അത് പതുക്കെ അതിൻ്റെ സ്വഭാവം കാണിക്കുമല്ലോ. ആ സിമൻറ്റ് തറയിൽ ഒരു ചെറിയ ഒരു നദിയുടെ ഷേപ്പൊക്കെ ആയി അവൻ പതുക്കെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോകുന്നത് ഞാനിങ്ങനെ ഓട്ടം കണ്ടിട്ട് കാണുന്നുണ്ട്. പക്ഷേ എല്ലാവരും പ്രസംഗത്തിൽ നിൽക്കുക. ആ സമയത്തെങ്ങാണ്ടോ ആ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പ്രശ്നം വന്നു. ആ സംസാരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയക്കാരൻ അവനെ അങ്ങ് എടുത്തു. ഞാനിതാണ് പറയുന്നത്, അതിങ്ങനെയാണ് ഇങ്ങനെയാണ്. കണ്ടില്ലേ ഒരു സ്കൂളിൻ്റെ അവസ്ഥ ഇതാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ചോരുകയാണ്. ഇപ്പോൾ സ്റ്റേജിൽ കൂടെ പോകുന്നത് കണ്ടില്ലേ. ഏത് മഴവെള്ളമാണെന്ന് കരുതി പുള്ളി പറയുന്നത് എൻ്റെ പുണ്യമൂത്രമാണെന്നുള്ളത് എനിക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഉടനെ രാഷ്ട്രീയക്കാരൻ്റെ ബുദ്ധി അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതാണ് ഞാൻ പഠിച്ചു. രാഷ്ട്രീയക്കാരനാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സംഗതികളെ നമുക്ക് അനുകൂലമായ രീതിയിൽ വളച്ചൊടിച്ച് പ്രയോജനപ്പെടുത്തണമെന്നുള്ള ബാലപാഠം ഞാൻ പഠിക്കാൻ കാരണമായത് കുട്ടികളുടെ ചാച്ചാജി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ എന്നെ പരിചയപ്പെടുത്തിയത് ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞത്. സമ്മതിക്കുന്നുണ്ടല്ലോ. അത് തീർന്നില്ല, ഇത് തുടക്കമായിരുന്നു. ഇവിടെ നിന്നായിരുന്നു എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം. ഇത് കഴിഞ്ഞ് എത്തറ്റം വരെ പോയി എന്നുള്ള കാര്യം പറയാം.